എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉച്ചയായപ്പോൾ കുറച്ച് നേരം കാണുന്നു ഉറങ്ങി കേട്ടോ. ഞാൻ എണീറ്റത് മമ്മിയുടെ മിക്സിയുടെ ശബ്ദം കേട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുവാന്ന്. അങ്ങനെ നേരെ തന്നെ മുഖം കഴുകിയിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴേക്കും ഒരു പാത്രം കൊണ്ട് എന്തോ അടച്ചു വെച്ചേക്കുന്നു. അതാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. പഠിച്ച പണി 18 നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തി നോക്കിയ ശേഷമാണ് സാധനം തുറന്ന് കിട്ടിയത് കേട്ടോ. തുറന്നപ്പോൾ എന്തോ മാവ് കലക്കി വെച്ചേക്കുന്നു. അപ്പത്തിൻ്റെയാണ് ദോശയാണെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും മനസ്സിലായി എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കത്തില്ല എന്ന്. അങ്ങനെ ഞാൻ മേലെ വഴി നേരെ വേണ്ട തയ്യക്കടയിലോട്ടാണ് പോകുന്നത് കേട്ടോ. 3 ആഴ്ച കൊണ്ട് ചേട്ടൻ എനിക്ക് യൂണിഫോം തരാതെ ഇന്ന് തരാം നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ചേട്ടൻ ബട്ടൺസ് തയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഓട്ടോയിലാണ് വന്ന ഓട്ടോക്കാരൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തയ്ച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതുമായിട്ട് നേരെ തന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് കവർ മേടിച്ചുകൊണ്ട് പോയി നേരെ യൂണിഫോം അങ്ങ് ഇട്ട് കേട്ടോ. യൂണിഫോം ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര പെപ്രാളം എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മ ഇപ്പം തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ മാത്തുക്കുട്ടീനെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. മാത്തുക്കുട്ടി പറഞ്ഞു പുറത്തിരിഞ്ഞ് നോക്കട്ടെ ആ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പാൻറ്റ് ടൈറ്റല്ലേ അതിപ്പോഴത്തെ ഫാഷനാന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ എന്തെങ്കിലും മമ്മി എന്തോ കറി ഉണ്ടാക്കുന്നു. ഞാൻ ചോദിച്ചു മുട്ടക്കറിയാണോ അമ്മ ചിക്കൻ കറിയാണോ? മുട്ടയും ചിക്കൻ നീ മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇത് ഉള്ളിക്കറിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് സമാധാനമായി അത് കേട്ടപ്പോൾ മമ്മിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കണം. അങ്ങനെ ഞാൻ നേരെ പോയി മോന് കുറുക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ മുമ്പേ ചെയ്തില്ല ഒരു പ്രക്രിയ അതിപ്പം മമ്മി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാത്രം തുറക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ കാണുമ്പോൾ മമ്മി പറയും നീ ഇതിന് മുമ്പ് ഇത് പാത്രം തുറന്നിട്ട് പിന്നെയും അങ്ങനെ തന്നെ എന്തിനാണ് അടച്ചതെന്ന്. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മിയല്ലേ ഇത് അടച്ചത്, അപ്പോൾ മമ്മി തന്നെ തുറക്കട്ടെ, ഇച്ചിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല എന്ന് ഞാനും പറയും. മമ്മിയോട് ചോദിച്ചു എന്താ മമ്മി ഉണ്ടാക്കുന്ന? മമ്മി പറഞ്ഞ് കണ്ണൂരപ്പാന്ന്. ഞാൻ പറഞ്ഞു എങ്ങനെ കണ്ടുപഠിച്ചു? യൂട്യൂബിൽ കണ്ടുപഠിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ണൂരപ്പല്ല, ഇത് നെയ്പ്പത്തിരി എന്ന് പറയുന്നത്. മമ്മിയും ഞാനും കൂടെ ഭയങ്കര തർക്കീര്. ഇനിയും തർക്കിച്ചാൽ മമ്മിയായിട്ട് ജയിക്കത്തില്ല എന്ന് മനസ്സിലായി ഞാൻ നേരെ വേണ്ടേ അവളെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇരുന്ന് കേട്ടോ. പഠിപ്പിക്കാനിരുത്തിയപ്പോൾ ഒടുക്കത്തെ സംശയം. അങ്ങനെ അവിടുന്ന് നേരെ പോയി ഇവന് കുറുക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ. കുറുക്ക് ദേ ഇങ്ങനെ ഇരുന്നാലേ കുടിക്കത്തുള്ളൂ ഓരോ വാശികളെ കുഞ്ഞുങ്ങളുടെ. അങ്ങനെ സ്പൂണുമായിട്ട് ഞാൻ ചെന്നപ്പോഴേക്കും കുഞ്ഞാണെങ്കിൽ വാ തുറക്കത്തില്ല, വാ അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരു വിധത്തിൽ ഞാൻ കുഴപ്പിച്ച് തീർത്ത് കേട്ടോ. അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ മമ്മി പറയുന്നു ഓരോന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ താമസം എടുക്കും മോളെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തലയിൽ തട്ടാനാണ്. അങ്ങനെ നേരെ ഞാൻ ഓടി റൂമിലോട്ട് ചെന്നപ്പോഴേക്കും അവിടെ ഇരുന്ന് പഠിക്കുവാണ് കേട്ടോ. അങ്ങനെ അവിടെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാലടച്ച് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, അങ്ങോട്ട് പോയാൽ മമ്മീനെ അടുക്കളയിൽ പിടിച്ച് കയറ്റും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഞൊഴഞ്ഞ് കയറുവാണ് കേട്ടോ ചേച്ചി റൂമിലോട്ട്. അവിടെ പോയി അവിടെ എല്ലാം തരിപ്പണമാക്കും. അങ്ങനെ നേരെ അതിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും മമ്മീനെ തീരാറായി. അപ്പം മമ്മിയോട് ഞാൻ പറഞ്ഞു ഞാൻ ചൂടാന്ന്. മമ്മി പറഞ്ഞു അവസാനമായപ്പോൾ കയറി വന്നേക്കുവാ പോടി അകത്തെന്ന് പറഞ്ഞു. അന്നപ്പം ഇനി തിന്നാനിരിക്കാമെന്ന് വിചാരിച്ച് 2 എണ്ണ എടുത്ത് ഞാൻ കറിയുമായിട്ട് കൂട്ടി കേട്ടോ. എൻ്റെ മക്കളെ എൻ്റെ മോണ പിന്നെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നല്ല കട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നതാണ്. ബൈ.